എൻ്റെ പേര് പ്രേം കൃഷ്ണൻ എന്നാണ്. ഐ എം ഫ്രം ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. കമ്പനി സെക്രട്ടറിയാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും കമ്പനി സെക്രട്ടറി എന്താണെന്ന്. നമുക്ക് 3 പ്രൊഫഷണൽ കോഴ്സസ് ആണ്, CA, CS, CMA. അപ്പൊ അതില് കമ്പനി സെക്രട്ടറി കോഴ്സ് ക്വാളിഫൈഡ് ആയ ആളാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് CAയുടെ ഫാക്കൽറ്റിയാണ്. CAയുടെ ബിസിനസ് ലോ, കോർപ്പറേറ്റ് ലോസിന്റെ ഫാക്കൽറ്റിയാണ്. CA ഫൗണ്ടേഷൻ ആയാലും ഇന്റർ ആയാലും ഫൈനൽ ലെവലിലും ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ട് അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. പിന്നെ എന്നെ കുറിച്ച് കൂടുതൽ നമുക്ക് വഴി അറിയാം. ഓക്കെ, എന്തിനാ CA പഠിക്കാൻ വന്നേ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത്. വൈ CA? നിങ്ങൾ എല്ലാവരും CA ജോയിൻ ചെയ്യാൻ വന്നവരാണ്. എന്തിനാ CA ജോയിൻ ചെയ്തേ പറയാമോ? ഗുഡ് കരിയർ. ഓക്കെ, വെരി ഗുഡ് അരവിന്ദ്, ഒന്ന് പറഞ്ഞു. നല്ലൊരു കരിയറിന് വേണ്ടിയിട്ടാ. ഓക്കെ, പിന്നെ കേട്ടോട്ടെ. അടുത്തത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്യൂച്ചർ, ഗുഡ് കോഴ്സ്. ഓക്കെ, പിന്നെ ലൈക്ക് ദാറ്റ് പ്രൊഫഷൻ. ഓക്കെ, ആ പ്രൊഫഷൻ ഇഷ്ടം. സോഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, അടിപൊളി. ടു ബിക്കം എ പ്രൊഫഷണൽ, അട്രാക്റ്റഡ് സാലറി, അടിപൊളി. ഹയർ സാലറി, കൊള്ളാം. ടു ബിക്കം എ പ്രൊഫഷണൽ, ശരിയാണ്. നല്ല സാലറി, ശരിയാണ്. ടു നോ മോർ അബൌട്ട് CA, CA കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് CA ജോയിൻ ചെയ്തത്. കൊള്ളാം. എനിക്കിപ്പോ കുറെ പേര് പറഞ്ഞു നല്ല സാലറി, കുറെ പേര് പറഞ്ഞു നല്ല പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ ഓക്കെ, പിന്നെ കുറെ പേര് പറഞ്ഞു നല്ല കോഴ്സ് ആണെന്ന് പലരും പറഞ്ഞു കേട്ടു. മേ ബി പാരന്റ്സ് പറഞ്ഞിട്ടാവാം, അല്ലേ? ചിലര് ചിലപ്പോ വെറുതെ ഒരു കോഴ്സ് ചുമ്മാ മലയാളത്തിൽ എഴുതാം, ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെ? ചിലര് ആരെങ്കിലും പറഞ്ഞ കേട്ടിട്ട് വന്നിരിക്കുന്നവരുണ്ടാവും, അല്ലെ? ചിലര് എന്തിനോ എന്തോ എന്ന് പറഞ്ഞിരിക്കുന്നവരും ഉണ്ടാവും. ചിലര് നല്ല കറക്റ്റ് ആയിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടിരിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ പല കാറ്റഗറീസും ഉണ്ടാവും ഇതിനകത്ത് തന്നെ, അല്ലെ? തുടങ്ങുമ്പോ തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വന്നുപെട്ട ആളായാലും ശരി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ കഴിയും. നിങ്ങൾ ഇതിൽ എന്ത് വിചാരിച്ച് നിങ്ങൾ വന്നതായാലും ശരി, വെറുതെ വന്നിരിക്കുന്നതായാലും ശരി, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ചിലപ്പോ എന്താ പറയാ, നിങ്ങൾ ചിലപ്പോ +2 നല്ല സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആവറേജ് കൈൻഡ് ഓഫ് സ്റ്റുഡന്റ് ആയിരിക്കാം, ചിലപ്പോൾ പഠിക്കാൻ പൂർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കാം. ഇതിൽ ഏത് കാറ്റഗറിയിലായാലും ശരി നിങ്ങൾക്ക് CA ക്വാളിഫൈഡ് ആവാൻ പറ്റും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഡൗട്ട്സ്, ഒരു ചിന്താ കുഴപ്പം വരുന്ന ഇതൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ +2 ചിലപ്പോൾ കൊമേഴ്സ് ഫീൽഡ് തന്നെ ആയിരിക്കും, ചിലർ ഇതിൽ സയൻസ് കഴിഞ്ഞ് വന്നവരും ഉണ്ടാവും. ഇതിൽ രണ്ടിലായാലും ശരി നിങ്ങൾക്ക് CA ക്വാളിഫൈഡ് ആവാൻ പറ്റും. ഓക്കെയാണോ? ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ളവരുണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, അല്ലേ? പൂർ ആയിട്ടുള്ളവരും ഉണ്ടാവും. ഇതിലേതിൽ വന്നാലും ശരി നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ കഴിയും. എന്താ വേണ്ടേ? ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഞാൻ തന്നെയാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് കാണിച്ചു തരാനാ പറയുന്നത്. ഓക്കെയാണോ? ഞാൻ ഇതില് സത്യം പറയാലോ, സത്യസന്ധമായിട്ട് പറയാലോ, ഞാന് CS ജോയിൻ ചെയ്യാനുള്ള റീസൺ കല്യാണം കഴിക്കാനാണ്. ഞാന് ആവറേജ് സ്റ്റുഡന്റ് ആണ്. ആവറേജ് സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ +2 എനിക്ക്, ഞാൻ സയൻസ് ആയിരുന്നു കേട്ടോ, ഈ കാറ്റഗറിയിലാണ് ഞാൻ സയൻസ് ആയിരുന്നു. ഓക്കെയാണോ? +2 എനിക്ക് മാത്സിന് 40 മാർക്കാണ് വന്നത്. 40 മാർക്ക് ആവുമ്പോൾ സയൻസിന് 40 മാർക്ക്, മാത്സ് വന്നപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് പോകാൻ പറ്റത്തില്ല. എഞ്ചിനീയറിംഗിന് പോകാൻ 50 മാർക്ക് വേണം. സത്യസന്ധമായിട്ട് പറയാം, 50 മാർക്ക് ഇല്ലാത്തത് കൊണ്ട് എഞ്ചിനീയറിംഗ് പോകാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ സേ എക്സാമിന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ട്യൂഷൻ ക്ലാസ്സിന് പോയി. ട്യൂഷന് പോയി അറ്റൻഡ് ചെയ്തിട്ട് സേ എക്സാം എഴുതി റിപ്പീറ്റ് ചെയ്തപ്പോൾ 41 മാർക്ക്. എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ഞാൻ പതുക്കെ എന്ത് ചെയ്തു? ഡിഗ്രിക്കും പോകാൻ പറ്റാതെ കറസ്പോണ്ടിങ് കോഴ്സ് എടുത്ത് ഡിഗ്രി എടുത്തു. അവിടെ നിന്ന് നേരെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങിയാണ് CS എത്തിയത്. എന്റെ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. ഓക്കെയാണോ? കൂടാതെ എന്റെ CS ബാച്ചില് ഓൾ ടുഗദർ 60 പിള്ളേരുണ്ടായിരുന്നു 2010. ഓക്കെ, ഇതിനകത്ത് ഇപ്പോ 2021 CS ആയിട്ട് ക്വാളിഫൈഡ് ആയിരിക്കുന്നവര് 6 പേരേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ഞാൻ.
വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാം എനിക്ക് വലിയ ബുദ്ധിയില്ലാത്ത ആളാണ്. അല്ലെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അത്ര റിച്ച് ആയിട്ടുള്ള ഫാമിലി അല്ല, ഒരു ഉദ്ദേശവും ഇല്ലാതെ വന്ന് ജോയിൻ ചെയ്തതാണ് പ്രൊഫഷണൽ കോഴ്സിൽ. അല്ലെ, എന്തായാലും നിങ്ങൾ എല്ലാവരും എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഇരിക്കുമായിരിക്കും ഇപ്പൊ, അല്ലെ. പക്ഷെ ഈ 6 പേരിൽ ഞാൻ വരാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധി കൂടിയതുകൊണ്ടോ ഒന്നുമല്ല, കൺസിസ്റ്റൻസി. CA ജോയിൻ ചെയ്യാൻ വരുമ്പോ ഏറ്റവും ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസി. നമുക്ക് തോറ്റ ശീലമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. എത്ര ടഫസ്റ്റ് എക്സാം ആയാലും ശരി, CA നിങ്ങൾക്ക് അറിയാം ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാം ആണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സ് ആയാലും ശരി, കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതായാലും ശരി, നിങ്ങൾ ഉറപ്പായിട്ടും പ്രൊഫഷണൽ ആയിരിക്കും. അത് ആദ്യം മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ള എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ക്യാൻ ഐ ഡു ദിസ് എന്നുള്ളത് എന്നോട് ചോദിക്കാം, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ക്ലിയർ ആണോ? ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം എക്സാം എഴുതി തോറ്റു, വീണ്ടും എഴുതി തോറ്റു, വീണ്ടും എഴുതി ജയിച്ച ആളാണ്. ഓക്കെ ആണോ? പക്ഷേ എന്നാൽ ഇന്ന് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എനിക്ക് ആക്ച്വലി മന്ത്ലി ഒരു ഓൺ ആൻ ആവറേജ് ഒരു 1.5 lakh ഐ എം റേസിംഗ് ദിസ് മണി. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ഇഷ്യൂസ് ഒന്നും നിങ്ങൾ ഇപ്പൊ കണക്കിലാക്കരുത്, വില കൊടുക്കണ്ട. നിങ്ങൾ ഏത് കാറ്റഗറിയിലായാലും ശരി, വൺസ് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങിയാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും, അതിന്റെ ഗ്യാരണ്ടി. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. CS എന്ത് ടൈപ്പ് വർക്കാണ്? നല്ല ക്വസ്റ്റ്യൻ. CS എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കമ്പനീസ് ഫോം ചെയ്യത്തില്ലേ, കമ്പനീസ് ഉണ്ടാക്കത്തില്ലേ, ഈ കമ്പനീസിന് പല നിയമങ്ങളുണ്ട്, അല്ലെ. കമ്പനീസിന് പല പല ആനുവൽ റിട്ടേൺസിന്റെ ഫയലിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫയലിംഗ് ഉണ്ട്, കമ്പനി ഫോം ചെയ്യുന്നതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്, കമ്പനിയിൽ ഇത്ര ബോർഡ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് CS. ആസ് എ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഇത്രയും ഞാൻ പറഞ്ഞുതരാം. എന്റെ ടോപ്പിക്കിലേക്ക് കയറുകയാണെങ്കിൽ എന്റെ ടോപ്പിക് ഏതാണ്? ബിസിനസ് ലോ ആണ് എന്റെ ടോപ്പിക്. ഓക്കെ ആണോ? ഫൗണ്ടേഷൻ ലെവലിൽ ബിസിനസ് ലോ. നിങ്ങൾ അടുത്ത ഇന്റർ കയറുമ്പോഴേക്കും എന്റെ ടോപ്പിക് കോർപ്പറേറ്റ് ലോസ് ആണ്. അത് കഴിഞ്ഞ് ഫൈനൽ ലെവലിൽ കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ് ആണ് ഞാൻ എടുക്കുന്ന ടോപ്പിക്. ഓക്കെ, എന്താണ് ഈ ലോ? ലോ പേപ്പർ ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. വൈ? ലോ പേപ്പർ ടഫ് അല്ല, ലോ പേപ്പർ ഈസിയാണ്. നിങ്ങളിൽ പലർക്കും, അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും പ്രോബ്ലംസ് എളുപ്പമായിരിക്കും, പ്രോബ്ലം പേപ്പേഴ്സ്. തിയറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അല്ലെ, ഇതിൽ മെയിൻലി തിയറി ആണ് ലോ പേപ്പേഴ്സ്, തിയറിറ്റിക്കൽ പേപ്പർ ആണ് ലോ. ബട്ട് അത് പഠിക്കേണ്ട രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. എന്താണ് ലോ? നിയമമാണ് ലോ, ആരൊക്കെയോ പറഞ്ഞു, അല്ലെ? റൂൾസ് ടു ബി ഫോളോഡ്. ശരി, ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ആവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അതാണ് ലോ. ഓക്കെ, നിയമമാണ് ലോ. എന്നാൽ ഞാൻ പറയുന്നു, ലോ എന്ന് വെച്ചാല് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ലോ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നിയമം എന്ന് ഞാൻ പറയുന്നു. ശരിയാണോ തെറ്റാണോ? ട്രൂ. എങ്ങനെ? ഹൗ ഇസ് ഇറ്റ് ട്രൂ? എങ്ങനെയാണ് ശരിയാവുന്നത്? കറക്റ്റ് അല്ലേ? ഇങ്ങോട്ട് വയ്ക്കുന്നത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? ശരിയാണ് കാര്യം. നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കേ. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഫ്രീഡം ഇല്ലായ്മ. ഫ്രീഡം കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് വന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. ഫ്രീഡം എന്നുള്ള ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ലോ. ശരിയല്ലേ? നമ്മുടെ വണ്ടികൾ, നമ്മുടെ റോഡിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബൈക്സും കാറും ഒക്കെ കാണാം, അല്ലെ? വണ്ടികൾ ഒരുപാട് കൂടുന്നതനുസരിച്ച് ആക്സിഡൻസും ഓവർ സ്പീഡിങ്ങും ഒക്കെ ഒത്തിരി വർദ്ധിച്ചു. ശരിയാണല്ലോ? അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട്, അടുത്ത നിയമം, അല്ലെ? ആളുകൾ ട്രേഡിങ്ങും ബിസിനസ്സും ഒക്കെ നടത്താൻ തുടങ്ങി. ബിസിനസ് നടത്തി തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും ചെയ്തു തുടങ്ങി, ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങി. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ലോസ്. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി നിയമങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഇപ്പോ ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഒരു 4 or 5 ആക്ട്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ലോ
ഉണ്ടാവുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയും. എങ്ങനെയാ ഒരു നാട്ടിൽ ഒരു നിയമം ഉണ്ടാവണേ പറയാവോ? എങ്ങനെയാ ഒരു നാട്ടിൽ ഒരു നിയമം ഉണ്ടാവണേ? ഒരു ലോ ഉണ്ടാവുന്നതിന് ആക്ച്വലി പറഞ്ഞാല് 3 സോഴ്സസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ പറയുവാണ് കേട്ടോ. 3 സോഴ്സസ് ഉണ്ട് ലോ ഉണ്ടാവാൻ. ഒന്ന് കസ്റ്റംസ്. എന്താണ് കസ്റ്റംസ്? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാവോ? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ആചാരം. ആചാരം. ഒരു നാട്ടിലെ പഴയ ആചാരങ്ങള് പിന്നീട് നിയമങ്ങളായി മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പൂരുന്നു അല്ലേ? അത് അവിടുത്തെ ഒരു ആചാരമാണ്, അത് അവിടുത്തെ ഒരു നിയമമാണ്. ചെരുപ്പൂരിയില്ലെങ്കിൽ പൂജാരി തെറി വിളിക്കും ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ, മുതിർന്നവർ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എഴുച്ചു നിൽക്കുന്നു, ഒരു ചെറിയ ബഹുമാനം കാണിക്കുന്നു, ആചാരം. ബഹുമാനം കാണിച്ചില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. ഇതൊക്കെയാണ് കസ്റ്റംസ് ആണല്ലോ. അതും നിയമമാണ് അല്ലേ? അല്ലേ? ആണ്. അടുത്ത സോഴ്സ്, നിയമം ഉണ്ടാവുന്ന അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട്സ്. എന്തുവാ സ്റ്റാറ്റ്യൂട്ട്സ്? നമ്മുടെ പാർലമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ കാര്യമല്ല, സ്റ്റാറ്റ്യൂട്ട്. രാജ്യസഭ, ലോക്സഭ. ഈ രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ ആക്ട്സ് എന്ന് വിളിക്കും. കമ്പനീസ് ആക്ട്, കോൺട്രാക്ട് ആക്ട്, ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കുന്ന നിയമങ്ങളെ ആക്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സോഴ്സ് എന്താടാ? ആർക്കെങ്കിലും പറയാവോ? ഒന്ന് ട്രൈ ചെയ്യാവോ? മൂന്നാമത്തെ സോഴ്സ്, നിയമം വരുന്ന വഴി പറയാവോ? മൂന്നാമത് ജുഡീഷ്യൽ പ്രസിഡൻസ്. ഓ, സാറ് വന്നോടനെ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത് എന്താണ് മാൻ? ആരാടാ വരയ്ക്കുന്നേ? വരയ്ക്കല്ലേ പ്ലീസ്. ഓക്കെ, ജുഡീഷ്യൽ പ്രസിഡൻസ്. എന്താണ് ജുഡീഷ്യൽ പ്രസിഡൻസ്? ഫ്രം ജുഡീഷ്യറി, കോർട്സ് അല്ലെ? കോടതികൾ നിയമം ഉണ്ടാക്കുന്നുണ്ടോ? സിവിൽ കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. ഈ കോടതികൾ നിയമം ഉണ്ടാക്കുന്നുണ്ടോ? ലോ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാ അത് നിയമം വരുന്ന സോഴ്സ് ആയിട്ട് ഞാൻ പറഞ്ഞ? കോടതികള് എന്താ ചെയ്യുന്നേ? ഈ പാർലമെന്റ് കൊണ്ടുവന്ന ആക്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് കോടതികൾ. ഇന്റർപ്രട്ടേഷൻ എന്ന് വെച്ചാല് വ്യാഖ്യാനം. വ്യാഖ്യാനം എന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ ഒരു നിയമത്തിനകത്ത്, ഒരു ആക്ടിനകത്ത് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടാവും. ആ സെന്റൻസ് വായിക്കുമ്പോ നമുക്ക് 2 രീതിയിൽ അതിനെ ചിന്തിച്ചെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു ഡോറ് പകുതി ചാരി വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. ഒരു ഡോറ്, നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോറ് പകുതി ചാരി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം അല്ലേ? ഒരു അഡ്വക്കേറ്റ് പറയും ഈ ഡോറ് ഹാഫ് ക്ലോസ്ഡ് ആണെന്ന് പറയും, പകുതി അടഞ്ഞിരിക്കുവാണെന്ന് പറയും. മറ്റൊരാൾ പറയും ഇത് പകുതി തുറന്നിരിക്കുവാണെന്ന് പറയും. പകുതി ചാരി വെച്ചിട്ടുണ്ട്, ഇത് പകുതി തുറന്നിരിക്കുവാണെന്ന് ഒരാൾ പറയും, പകുതി അടഞ്ഞിരിക്കുവാണെന്ന് പറയും. ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുന്നതാണ് കോടതികളുടെ ഡ്യൂട്ടി. വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെ ഒരു ഉത്തരവ് തരുന്നതാണ് കോടതിയുടെ ഡ്യൂട്ടീസ്. അപ്പൊ കോടതി ഉത്തരവുകളെ നമ്മൾ ജുഡീഷ്യൽ പ്രസിഡൻസ് എന്ന് പറയും. ഓക്കെ ആണോ? പിന്നീട് അങ്ങോട്ട് ആക്ട്സ് വായിക്കുമ്പോൾ അതേ ഇന്റർപ്രിട്ടേഷന്റെ ബുദ്ധിമുട്ടുകൾ, കൺഫ്യൂഷൻസ് വന്നാൽ ഇതിനു മുന്നേ കോടതി എന്താണ് വിധിച്ചത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതേ വ്യാഖ്യാനം തന്നെ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതും ഒരു നിയമമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കോടതി വിധികൾ, കോടതി വ്യാഖ്യാനിച്ച് പുറപ്പെടുവിച്ച വിധികളെ നമുക്ക് പിന്നീട് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? നമ്മൾ ഈ CA ഫീൽഡില് CA പഠിക്കുമ്പോ എന്താ പഠിക്കുന്നത്? ഈ കസ്റ്റംസിനെ കുറിച്ചാണോ പഠിക്കുന്നത്? അല്ല, ഈ സ്റ്റാറ്റ്യൂട്ട്സിനെ കുറിച്ചും ജുഡീഷ്യൽ പ്രസിഡൻസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പല ആക്ട്സും പഠിക്കുന്നുണ്ട്, പല കോടതിയുടെ ഉത്തരവുകളും പഠിക്കുന്നുണ്ട്. ഇത്രയുമാണ് ലോയ്ക്കകത്ത് പഠിക്കാനുള്ളത്. ഒരു CA സ്റ്റുഡന്റ് എന്തിനാണ് ലോ പഠിപ്പിക്കുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആക്ച്വലി അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. ഓക്കെ ആണോ? ഈ CAക്കാരുടെ ജോലി എന്താ? മെയിൻലി ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അക്കൗണ്ട്സിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആണല്ലോ.
ഇതാണല്ലോ CA ചെയ്യുന്നത്. ഈ കമ്പനീസ് ആക്ട് ആണ് നമ്മുടെ ലോ പഠിക്കുന്ന മെയിൻ ആയിട്ട് പഠിക്കുന്ന കാര്യം. ആക്ട് ഇതാണ്, കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ, ഈ കമ്പനീസ് ആക്ടില് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണ്, നിങ്ങൾ എന്തിനാ എന്തിനാ ലോ പഠിക്കുന്നതെന്ന് ചോദിച്ചതിന് ഒരു എക്സാമ്പിൾ പറയുക. കമ്പനീസ് ആക്ടിനകത്ത് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിനകത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെയാണോ? കമ്പനീസ് ആക്ടിലെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുന്നു എല്ലാ കമ്പനിയും നിർബന്ധമായും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എല്ലാ കമ്പനിയും നിർബന്ധമായും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് അത് മിനിസ്ട്രിക്ക് ഫയൽ ചെയ്യണം എന്ന് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പനീസും ഇത്ര ലിമിറ്റ് കഴിയുന്ന വലിയ കമ്പനീസ് എല്ലാം നിർബന്ധമായും ഓഡിറ്റ് ചെയ്യണം. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നും കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു നിയമത്തില് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടല്ലേ കമ്പനീസ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. നിയമം എന്താണെന്ന് പഠിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഓരോ വാക്കും ഇൻക്ലൂഡിങ് നമ്മുടെ CS ജോബും എല്ലാം ഈ നിയമം അനുസരിച്ചാണ് നടക്കുന്നത്. ഇൻക്ലൂഡിങ് നിങ്ങളുടെ ടാക്സ്, ഇൻകം ടാക്സ് ആക്ട് ആണ്, അത് പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മെയിൻ ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ് അല്ലെ? ഇൻകം ടാക്സ് ലോ പഠിക്കണ്ടേ? അതും ലോ ആണ്. കമ്പനി ലോയും ലോ ആണ്. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ലെവലില് ആക്ട്സ് 5 ആക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ഒന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പിന്നൊന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പിന്നൊന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട്, പിന്നൊന്ന് LLP ആക്ട്, പിന്നൊന്ന് കമ്പനീസ് ആക്ട്. ഇത്രയൊന്നും കാണാതെ പഠിക്കണ്ട, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ ആണോ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, പോവുക, എക്സാം എഴുതുക, പാസ് ആവുക, അത്രേ ഉള്ളൂ ജോലി. ഓക്കെ ആണോ? അപ്പോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? കമ്പനീസ് ആക്ട് വർഷം അറിയോ? ഈ ആക്ട് വന്ന വർഷം അറിയോ? 2013. പിന്നല്ല, സൂപ്പർ. കമ്പനീസ് ആക്ട് 2013 കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. എങ്ങനെയാടാ ഈ ആക്ട് വരുന്നത്? എങ്ങനെയാണ് ആക്ട് നിലവിൽ വരുന്നത്? എങ്ങനെയാ? ആക്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് ആണ് അല്ലെ? പാർലമെന്റ് പാസ്സാക്കുന്ന ആക്ട് ആണ്, ആണല്ലോ. എങ്ങനെയാ ഇതൊരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ആക്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാ പറയാവോ? ഈ ആക്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ മോദിജി സാർ ആണോ? പ്രൈം മിനിസ്റ്റർ ആണോ? അതോ മുഖ്യമന്ത്രി പിണറായി സഖാവ് ആണോ? ആരാ ആക്ട് ഉണ്ടാക്കുന്നത്? പിന്നെ ആരാ? പ്രസിഡന്റ് ആണോ ആക്ട് ഉണ്ടാക്കുന്നത്? പ്രസിഡന്റ് ഇങ്ങനെ ആക്ട് ഓരോന്ന് ഇങ്ങനെ ഇരുന്ന് എഴുതുവോ? കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട്? ഓക്കെ, അല്ല. കേട്ടോ, ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കും. എന്തിനു വേണ്ടിയിട്ടാണോ നിയമം ഉണ്ടാക്കുന്നത് അതിന്റെ എക്സ്പേർട്സിനെ, അതിന്റെ പ്രൊഫഷണൽസിനെ വിളിച്ച് എക്സ്പേർട്സിന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ക്ലിയർ ആണോ? കമ്പനീസ് ആക്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് JJ ഇറാനി എന്നൊരാളുടെ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത്. JJ ഇറാനി കമ്മിറ്റി. ഓക്കെ ആണോ? ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീസ് ആക്ടിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ ആണോ? ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഡ്രാഫ്റ്റ് ഡോക്യുമെന്റിനെ നമ്മൾ കമ്പനീസ് ബിൽ എന്ന് വിളിക്കും. ഓക്കെയാണോ? കമ്പനീസ് ബിൽ, ആക്ട് അല്ല, ബിൽ. ഈ ബില്ല് അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ആദ്യം ലോക്സഭയിൽ പോകും. ലോക്സഭയിൽ പോയിട്ട് അവിടെ അതിന്റെ അപ്രൂവൽ എടുക്കും, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ആക്ട് ഉണ്ടാക്കുന്നത് എക്സ്പേർട്സ് ആണ്. എക്സ്പേർട്സ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു, ലോക്സഭയിൽ പോകുന്നു, അതിൽ വേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നു, അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം രാജ്യസഭയിലേക്ക് ഇത് പോകുന്നു. രാജ്യസഭയിലും വേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വരുത്തിയിട്ട് അവിടെയും അതിന്റെ അപ്രൂവൽ എടുക്കുന്നു. അതിനുശേഷം ഇത് നേരെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് പോകുന്നു. പ്രസിഡന്റ് അതിന് കൺസെന്റ് കൊടുത്താൽ, അസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അസെന്റ് കൊടുത്ത ഡേറ്റ് തൊട്ട് അതൊരു ആക്ട് ആയി മാറുന്നു, നിയമമായി മാറുന്നു. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ആക്ട്സ് കൊണ്ടുവരുന്നത്, നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. പ്രൊസീജിയർ ഇതാണ്. കമ്പനീസ് ആക്ട് 2013 ജസ്റ്റ് ഒന്ന് ബേസിക്സ് ഒന്ന് നോക്കാം. എന്താടാ കമ്പനി? എന്തിനു വേണ്ടിയിട്ടാ ഈ ആക്ട്? എന്തിനു വേണ്ടിയിട്ടാ ഈ ആക്ട്? എന്താണ് കമ്പനി പറയാവോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവോ? ഒരു കമ്പനി എന്ന് വെച്ചാല് ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് വരുന്നു അല്ലെ? എന്നിട്ട്
അവരുടെ കയ്യിലുള്ള കാശ് അല്ലെങ്കിൽ മണീസ് വർത്ത്, കാശ് തന്നെ ആവണമെന്നില്ല, മണീസ് വർത്ത്, അവരുടെ നോളജ് ആവാം, അവരുടെ ലാൻഡ് ആവാം, അവരുടെ മറ്റ് അസറ്റ്സ് ആവാം, അല്ലെ? അവരുടെ കയ്യിലുള്ള മണി അല്ലെങ്കിൽ മണിയുടെ വർത്ത് ഉള്ള എന്തെങ്കിലും ഒരു അസറ്റ് ഒരു കോമൺ സ്റ്റോക്കിലേക്ക് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ മണി അല്ലെങ്കിൽ മണീസ് വർത്ത് ഉള്ള സ്റ്റോക്ക് ഇവരൊരു ബിസിനസ്സിലേക്ക് എംപ്ലോയ് ചെയ്യുന്നു, ബിസിനസ്സിലേക്ക് ഇടുന്നു. എന്നിട്ട് ആ ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഈ വന്നവര് തമ്മിൽ ഷെയർ ചെയ്തെടുക്കുന്നു, അല്ലെ? ഇതാണ് ഒരു കമ്പനിയിൽ നടക്കുന്ന കാര്യം. ഇതിപ്പോ ഒരു കമ്പനിയുടെ ജനറൽ ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഡെഫിനിഷൻ ആണ്. ഒരു കമ്പനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലേ? അല്ലേ? ഇതാണ് കമ്പനി. ആണല്ലോ? ആണല്ലോ? ആണോ അല്ലയോ? ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഒരു വിലയില്ല, മോശം. ഇതേ സംഭവം ഒരു ജസ്റ്റിസ് ലിൻഡ്ലെ എന്നൊരു വ്യക്തി ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ എന്തായി? കമ്പനിയുടെ ജനറൽ ഡെഫിനിഷനായി. നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു ഡെഫിനിഷനായി. കാണാതെ പഠിച്ചോണം. ഓക്കെ ആണോ? ജസ്റ്റിസ് ലിൻഡ്ലെ എന്താ പറഞ്ഞ കമ്പനിയെ? കമ്പനി മീൻസ് an association of persons who contribute their money or money's worth into a common stock, which is extended into a business, and the profit made out of it is shared among the persons. ഇതാണ് കമ്പനിയുടെ ഫങ്ഷണൽ ഡെഫിനിഷൻ, ഒരു ജനറൽ ഡെഫിനിഷൻ. എന്താണ് കമ്പനി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. എ കമ്പനി മീൻസ് an association of persons who extend their money or money's worth into a common stock, which is employed into a business, and the profit made ഈ ഡെഫിനിഷൻ തന്ന ആളാരാണ്? ജസ്റ്റിസ് ലിൻഡ്ലെ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു ജനറൽ ഡെഫിനിഷൻ ആണ്, അല്ലെ? ജനറൽ ഡെഫിനിഷൻ ആണ്. നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് കമ്പനി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? കമ്പനീസ് ആക്ടിനകത്ത് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് അറിയോ? കമ്പനീസ് ആക്ടില് ഓൾ ടുഗദർ 470 സെക്ഷൻസ് ഉണ്ട് കമ്പനീസ് ആക്ടിൽ. ഓക്കെയാണോ? ഇതില് സെക്ഷൻ നമ്പർ 2, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. കമ്പനീസ് ആക്ടിൽ തന്നെ പല വേർഡ്സിന്റെയും ഡെഫിനിഷൻസ് തന്നിരിക്കുന്നത് സെക്ഷൻ 2-ലാണ്. ഓക്കെയാണോ? അതിൽ തന്നെ സെക്ഷൻ 2-ല് സബ്സെക്ഷൻ 20-ല് കമ്പനി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണോ? എന്താണ് ഡെഫിനിഷൻ? ഇപ്പൊ പറഞ്ഞോ, ആരോ പറഞ്ഞു നേരത്തെ. കമ്പനി എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി എന്താണ്? കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻ എന്താണെന്ന് ദാ നോക്കിക്കോ. എ കമ്പനി മീൻസ് എ കമ്പനി. എ കമ്പനി മീൻസ് എ കമ്പനി. അതെന്തുവാടാ? എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് under this act or under any other previous Companies Act. എന്താണ് മീൻ ചെയ്യണേ? ഇതാണ് കമ്പനിയുടെ ഡെഫിനിഷൻ. കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻ ഇതാണ്. എന്താ അതിന്റെ മീനിങ്? എന്താ അതിന്റെ മീനിങ്? എ കമ്പനി മീൻസ് എ കമ്പനി എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ലിൻഡ്ലെയുടെ കമ്പനി.
ജസ്റ്റിസ് ലിൻലയുടെ കമ്പനി ഒരു ഡയഗ്രാം ഞാൻ വരച്ചില്ലേ, അത് കമ്പനിയല്ലേ? ആണ്, കമ്പനിയാണ് അല്ലേ? പക്ഷേ ആ ലിൻലയുടെ കമ്പനിയെ നമ്മള് കമ്പനീസ് ആക്ടിനകത്ത് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. കമ്പനീസ് ആക്ടില് സെക്ഷൻ 7 നമ്മൾ പഠിക്കും, സെക്ഷൻ 7 പഠിക്കും. സെക്ഷൻ 7നകത്ത് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഈ ലിൻലയുടെ കമ്പനിയെ രജിസ്റ്റർ ചെയ്താൽ, ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അതിനെ ശരിക്കും കമ്പനീസ് ആക്ടിലെ കമ്പനിയായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ലിൻലയുടെ സാധാ കമ്പനി, ഫങ്ഷണൽ ഡെഫിനിഷൻ പറഞ്ഞ ലിൻലയുടെ സാധാ കമ്പനിയെ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. ആ പ്രൊസീജിയർ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ടിലെ കമ്പനിയായി മാറും. അത് ക്ലിയർ ആണോ? അതുവരെ കമ്പനീസ് ആക്ടിലെ കമ്പനി ആവുന്നത് വരെ ഇതെന്താണ്? ലിൻലയുടെ കമ്പനി എന്താണ്? അതൊരു സാധാ ബിസിനസ് ആണ്. അതിനെ നമുക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് എന്നോ പാർട്ട്ണർഷിപ്പ് എന്നോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ അത് കമ്പനിയല്ല. കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ആവണമെങ്കിൽ, യഥാർത്ഥ കമ്പനി ആവണമെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറയുന്ന സെക്ഷൻ 7 അനുസരിച്ച് അതിനെ രജിസ്റ്റർ ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? എ കമ്പനി മീൻസ് എ കമ്പനി, ലിൻലയുടെ കമ്പനി. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ്. ഇൻകോർപ്പറേറ്റഡ് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് എന്നാണ് അർത്ഥം. എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് കമ്പനീസ് ആക്ട്സ്. എന്താ പ്രീവിയസ് കമ്പനീസ് ആക്ട്? 2013 മുന്നേ കമ്പനീസ് ആക്ട് ഉണ്ടോ? ഈ കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനീസും കമ്പനീസ് ആണ്. ഇതിനു മുന്നേ ഉള്ള 1956ലും 1956ലും 1933ലും 1913ലും ഒക്കെ ആക്ട്സ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസും കമ്പനീസ് തന്നെയാണ് എന്നാണ് ഡെഫിനിഷൻ. ഓക്കെയാണോ? എന്റെ കമ്പനി ചിലപ്പോ 1989 രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കും. ഏത് ആക്ട് പ്രകാരം? 1956 ആക്ട് പ്രകാരം ആയിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിലെ പ്രൊസീജിയർ പ്രകാരം. അപ്പൊ അതിപ്പോ കമ്പനി അല്ലേ? ആണ്. ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസും കമ്പനിയാണ്. ഓക്കെയാണോ? അപ്പൊ വൺസ് നമ്മൾ ഈ ലിൻലയുടെ കമ്പനിയെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു കമ്പനിയായി മാറി. ആ കമ്പനീസിനാണ് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്. കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെ ഒരു ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. ഈ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പേഴ്സൺ പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, പെർപെച്വൽ സക്സഷൻ, അതൊക്കെ എന്താടാ സംഭവം? അതൊക്കെ എന്താണ് സംഭവം? നിങ്ങൾ +2ലൊക്കെ പഠിച്ചതാ, അതൊക്കെ എന്താണ്? എടാ അതിലേക്കൊക്കെ നമുക്ക് വരാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിലേക്കൊക്കെ വരാം. ഓക്കെ മുഹമ്മദ് ഷമീൽ? അറിയില്ല. എടാ ഫീച്ചേഴ്സ് ആണത്. അതായത് നമ്മൾ ഈ ജസ്റ്റിസ് ലിൻലയുടെ കമ്പനിയെ കമ്പനീസ് ആക്ടിലെ കമ്പനി ആക്കുമ്പോ, അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോ ആ കമ്പനിക്ക് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സാധാ ലിൻലയുടെ കമ്പനിക്ക് ആ ഫീച്ചേഴ്സ് ഇല്ല. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സസിൽ പറയും എന്താണെന്നുള്ളത്, ഫീച്ചേഴ്സ്. ഓക്കെയാണോ? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോ ആ കമ്പനിക്ക് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. എന്തൊക്കെയാ ഫീച്ചേഴ്സ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലിമിറ്റഡ് ലയബിലിറ്റി, പെർപെച്വൽ സക്സഷൻ, അല്ലെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. അത് എപ്പോഴാ കിട്ടുന്നത്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? ഈ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതില് ഫീച്ചേഴ്സിലേക്ക് ഇപ്പൊ കയറാൻ സമയം ഉണ്ടോന്ന് ഡൗട്ട്. 4:55 ഓൾറെഡി. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുവരെ പറഞ്ഞതിലുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമുക്ക് ഇൻഡെപ്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ അടുത്ത ക്ലാസ്സസിൽ ഇൻഡെപ്തിലേക്ക് പോകാം. നമുക്ക് കമ്പനീസ് ആക്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ നൗ. ധൈര്യമായിട്ട് ചോദിച്ചോ.
ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? ഇതിലൊരു ഫീച്ചർ എടുക്കുക. എന്താ ഫീച്ചർ? ഒരു എക്സാമ്പിൾ, പെർപെച്വൽ സക്സഷൻ. എന്താണ് പെർപെച്വൽ സക്സഷൻ? ഫീച്ചർ എന്താണ്? വി ഹാവ് 5 more minutes. അപ്പൊ അതുകൊണ്ട് പറയാം, എന്താണ് ഈ പെർപെച്വൽ സക്സഷൻ? പറയാവോ? ആരൊക്കെ പറഞ്ഞായിരുന്നല്ലോ പെർപെച്വൽ സക്സഷൻ ഫീച്ചർ കിട്ടും, ഫീച്ചർ കിട്ടും. എന്താണ് ഈ പെർപെച്വൽ സക്സഷൻ? കണ്ടിന്യൂറ്റി അല്ലേ? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഓക്കെ, എന്തിനാണ് ഈ പെർപെച്വൽ സക്സഷൻ? അത് പറഞ്ഞേ. ഇപ്പൊ ഈ പെർപെച്വൽ സക്സഷൻ എന്താണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് അല്ലേ? ഒന്ന് കേട്ടോ. ഇതെന്റെ കമ്പനി, കമ്പനിയുടെ ബിൽഡിംഗ്. ഓക്കെ, പെർപെച്വൽ സക്സഷൻ. ഈ കമ്പനിയില് ഈ ബിൽഡിങ്, ഈ ഒരൊറ്റ ബിൽഡിങ്ങേ ഉള്ളൂ കമ്പനിക്ക്, ആണല്ലോ? ആണല്ലോ. ഈ ബിൽഡിങ്ങില് കമ്പനിയുടെ ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇരിപ്പുണ്ട്, ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതേ ബിൽഡിങ്ങില് കമ്പനിയുടെ ഡയറക്ടേഴ്സും എല്ലാവരും വന്നിരിപ്പുണ്ട്, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് നോട്ടോട് കൂടി തുടങ്ങാം. ഈ ബിൽഡിങ് ഒരു ദിവസം രാവിലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ എന്ത് സംഭവിച്ചു? ബോംബ് പൊട്ടിത്തെറിച്ചു. ഓക്കെ, ബോംബ് ഇടാനാണോ പ്ലാൻ? സത്യം, ബോംബ് പൊട്ടിത്തെറിച്ചു. കമ്പനിക്ക് ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ, കമ്പനിയുടെ ഓണേഴ്സ് എല്ലാവരും മരിച്ചു, ഡയറക്ടേഴ്സും എല്ലാവരും മരിച്ചുപോയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? കമ്പനി മരിച്ചോ? ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ, കമ്പനി മരിച്ചുപോയോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ മരിക്കാത്തെ? എന്തുകൊണ്ടാ മരിക്കാത്തെ? പെർപെച്വൽ സക്സഷൻ എന്നൊരു ഫീച്ചർ കമ്പനീസ് ആക്ടിലെ കമ്പനീസിന് കൊടുത്തിട്ടുണ്ട് അല്ലെ? പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാല് കമ്പനീസ് നമ്മൾ ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനി അല്ലേ? ഈ കമ്പനീസ് ആക്ടിലെ പ്രൊസീജിയർ പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടില് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ട പ്രൊസീജിയറും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അടച്ചു പൂട്ടേണ്ടത് എന്നുള്ള പ്രൊസീജിയറും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ആ പ്രൊസീജിയർ അനുസരിച്ചേ അതിനെ കൊല്ലാൻ പറ്റൂ. ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൂട്ടിക്കെട്ടാൻ പറ്റത്തുള്ളൂ. അതുവരെ അതിന്റെ ലൈഫ് തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഈ ഒരു ഫീച്ചറിനെയാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കോമേഴ്സ് പഠിച്ചവർക്കൊക്കെ അറിയാം അല്ലെ? പക്ഷെ ഞാനിത് പറയാൻ കാര്യം, ഇങ്ങനെയാണ് ലോ പഠിക്കേണ്ടത്. എന്റെ ചോദ്യം കേട്ടോ, എന്തിനാണ് പെർപെച്വൽ സക്സഷൻ? എന്തിനാണ് ഈ ഒരു ഫീച്ചർ? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ പെർപെച്വൽ സക്സഷൻ എന്നൊരു ഫീച്ചർ കിട്ടും. എന്തിന്? എന്തിനാ? ഞാൻ ഈ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുമോ? ഇൻ കേസ് അങ്ങനെ വല്ല ബോംബും പൊട്ടിയാലോ വിചാരിച്ചിട്ടാണ്. എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓണേഴ്സ് എല്ലാവരും ഇരിക്കുന്നു, ഡയറക്ടേഴ്സ് എല്ലാവരും ഇരിക്കുന്നു, കമ്പനിയുടെ ഒരേ ഒരു ബിൽഡിംഗ് പൊട്ടിത്തെറിച്ചു, കമ്പനി അതിന്റെ കൂടെ മരിച്ചു എന്ന് വെച്ചോ. ഈ കമ്പനിക്ക് ഓണേഴ്സും ഡയറക്ടേഴ്സും അല്ലാതെ ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവത്തില്ലേ? അല്ലേ? കമ്പനിയുടെ എംപ്ലോയീസ് ചിലപ്പോൾ പുറത്തു പോയവരുണ്ടാവും, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, കമ്പനിക്ക് കടം കൊടുത്ത ആൾക്കാരുണ്ടാവും, ഇല്ലേ? ഇല്ലേ? അങ്ങനെ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേറെ വെളിയിലുണ്ടാവും. അപ്പൊ കമ്പനിയും അതിന്റെ കൂടെ മരിച്ചാൽ ഇവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കാശ് പോയി, ക്രെഡിറ്റേഴ്സിന്റെ കാശ് പോയി അല്ലേ? അപ്പോ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പെർപെച്വൽ സക്സഷൻ? ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ വേണം പഠിക്കാൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ട് കാണാതെ പഠിക്കുകയല്ല, എന്തിനാണ് അങ്ങനെ ഒരു ഫീച്ചർ കമ്പനീസിന് കൊടുക്കുന്നത് എന്നുള്ളത് പഠിക്കുക. ഈ രീതിയിൽ വേണം ലോ പഠിക്കാൻ. ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ എന്തിനാണ് വൈ ചോദിച്ചുകൊണ്ട് പഠിച്ചാല് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 60+ എല്ലാ എക്സാമിനും കിട്ടും. എക്സംഷൻ CA ആയാലും ശരി, CS ആയാലും ശരി, CMA ആയാലും ശരി, നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ നമുക്കൊരു എംപ്ലോയ്മെന്റിന് പോവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് എംപ്ലോയ്മെന്റിന് പോവാം. അതല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ, എംപ്ലോയ്മെന്റിന് പോവുകയാണെങ്കിൽ ആ കമ്പനിയിൽ എംപ്ലോയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആ കമ്പനിയിൽ തന്നെ അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം നോക്കി നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കമ്പനീസ് വരും, ബിസിനസ് ആൾക്കാർ വരും, വന്നിട്ട് അവരുടെ വർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും ക്ലയൻസിന്റെ. ഇത് രണ്ടുമാണ് വ്യത്യാസം. കൺസൾട്ടേഷൻ ഇതാണ്, ക്ലയൻസ് വന്ന് നിങ്ങളെ കൺസൾട്ട് ചെയ്ത് അവരുടെ ടാക്സ് ഇഷ്യൂസും അവരുടെ കോർപ്പറേറ്റ് ലോ ഇഷ്യൂസും ഒക്കെ സോൾവ് ചെയ്യുന്നതാണ് പ്രാക്ടീസ്. ഓക്കെ, ഈ CA CS CMA ഇതിൽ ഏത് പാസ്സായാലും ശരി,
ഇതൊന്ന് മനസ്സിലാക്കുക. ഞാനൊക്കെ ഇത് പഠിച്ചിരുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് മൂന്നും ക്വാളിഫൈഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്കുണ്ടാവും. ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നറിയോ? വൺസ് നിങ്ങൾ CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CMA ഏതോ ക്വാളിഫൈഡ് ആയിക്കോട്ടെ, യു വിൽ ഹാവ് നോളജ് ഓൺ ടാക്സ് ലോസ്. ടാക്സ് ലോസ് നിങ്ങൾ പഠിക്കും, ബിസിനസ് ലോസ് നിങ്ങൾ പഠിക്കും, അല്ലേ? ബാക്കി പല നിയമങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യണം, അക്കൗണ്ട്സും ഓഡിറ്റിംഗും ഒക്കെ നിങ്ങൾ പഠിക്കും, ആണല്ലോ. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ടാക്സ് നിയമങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ടാക്സ് ഇൻഡിക്കേഷൻസ് അറിഞ്ഞുകൊണ്ട് ടാക്സ് സേവിങ്സിലൂടെ കുറെ കാശ് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റും. അതിന്റെ അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യം പഠിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാല് നിങ്ങളുടെ മണി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മണിയെ തന്നെ, നിങ്ങൾ ഉണ്ടാക്കുന്ന കാശിനെ തന്നെ നിങ്ങൾക്ക് ഒരു എംപ്ലോയി ആയിട്ട് മാറ്റാൻ പറ്റും. അതാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇത് മൂന്നും.